മോളിക്കുട്ടി സ്കൂളിൽ പഠനത്തിലും സ്പോർട്സിലും ഒക്കെ ഒന്നാമതാണ്. എന്നാൽ അനുസരണത്തിൽ മാത്രം ഏറ്റവും അവസാനം. അത് സ്കൂളിൽ മാത്രമല്ല, വീട്ടിൽ അമ്മയോടും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും അനുസരിക്കാനായി ആവശ്യപ്പെട്ടാൽ അത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിലും ആവിഷ്കാരത്തിലുമൊക്കെയുള്ള അന്യരുടെ കടന്നുകയറ്റമായിട്ടാണ് മോളിക്കുട്ടിക്ക് തോന്നുന്നത്. അമ്മ പലതവണ മോളിക്കുട്ടിയെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മോളിക്കുട്ടിക്ക് അത്ര ബോധ്യമായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ പാടെ മോളിക്കുട്ടി അടുക്കളയിലേക്ക് വന്നു. അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അത് ശരിയാവുന്നത് വരെ അവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അടുക്കളയുടെ മൂലയിൽ ഒരു കസാര കിടക്കുന്നു. അവിടെ ഇരിക്കാനായി മോളിക്കുട്ടി അങ്ങോട്ട് നടന്നു. അമ്മ പെട്ടെന്ന് പറഞ്ഞു, നീ അവിടെ ഇരിക്കണ്ട, നേരെ വരാന്തയിൽ പോയി കസാരയിൽ ഇരിക്കൂ. മോളിക്കുട്ടിക്ക് അപ്പോൾ തോന്നി, എങ്കിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ കാര്യം. ഉറച്ച് അതിലേക്ക് അങ്ങിരുന്നു. പെട്ടെന്നാണ് ആ കാസാറ ഒടിഞ്ഞ് താഴേക്ക് പോയതും മോളിക്കുട്ടി താഴേക്ക് വീണുപോയതും. അമ്മ ഓടി വന്നു. ഒന്നും സംഭവിക്കാതിരുന്നതുകൊണ്ട് അമ്മ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. തലേ ദിവസം കാലൊടിഞ്ഞതുകൊണ്ട് ആരും ഇരിക്കാതെ ഇരിക്കാൻ ഒരു മൂലയിലേക്ക് കൊണ്ടിട്ട കസാരയായിരുന്നു അത്. അനുസരിക്കാൻ ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ അപായത്തിലേക്കുള്ള മുന്നറിയിപ്പും ആവാം. ഞാൻ പലപ്പോഴും ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോറിയാമല യഹോവ ഈരെ എന്ന പേര് ലഭിക്കത്തക്ക വിധം പൂർണ്ണമായും മാറിയത് അബ്രഹാമിലൂടെയാണ്, അബ്രഹാമിൻ്റെ സമർപ്പണത്തിലൂടെയാണ്. ഗ്രാമപ്രദേശങ്ങൾ, അതുപോലെ ശുചിത്വം കുറവുള്ള ഇടങ്ങൾ, സാൻഡ് ഫ്ലൈ കൂടുതലായി കാണുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് ചാണ്ടിപ്പൂര വൈറസിന്റെ ഇൻഫെക്ഷൻ കൂടുതലായി കാണപ്പെടുന്നത്. തൊട്ടാലറിയാത്ത പാടുകളുണ്ടോ, വെളുത്ത ശോഭ കലകളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ട്, അത് കുഷ്ഠമാകാൻ സാധ്യതയാ. ചിലതൊക്കെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നത് അതുപോലെ അംഗീകരിക്കുന്നതാണോ അനുസരണം? അനേക കാലം കാത്തിരുന്ന് ലഭിച്ചത്, ഏറെ പ്രതീക്ഷയോടെ സ്വീകരിച്ചത്, ജീവനായി ജീവിതത്തിലെ അർത്ഥമായി കൊണ്ടു നടന്നത്, അതൊക്കെ ഒരു നിമിഷം ഉപേക്ഷിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുന്നതിനെയും അനുസരണം എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ആവശ്യപ്പെട്ടാൽ അങ്ങനെ അനുസരിക്കാൻ കഴിയുന്നവർ ഉണ്ടാകുമോ? എന്നാൽ അത്തരത്തിൽ ഒരാളായിരുന്നു എന്നാണ് അബ്രഹാമിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അബ്രഹാം അത് അനുസരിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് എന്നറിയാമോ? അബ്രഹാമിനെ കുറിച്ച് അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തുടരുന്നു. കരുതുന്ന ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശു ഒരു സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ പ്രബോധനത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദൈവം കരുതിക്കൊള്ളും കുഞ്ഞേ എന്നാണ്. മൈ ചൈൽഡ്, ഗോഡ് വിൽ പ്രൊവൈഡ്. ഇതിന് അടിസ്ഥാന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് അബ്രഹാമും ഇസഹാക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും ആ ഇടപെടൽ മുഖാന്തരമായി നമ്മൾ പഠിക്കുന്ന പാഠം ദൈവം കരുതിക്കൊള്ളും എന്നാണ്. കുഞ്ഞെ, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു. വാർദ്ധക്യത്തിലായിരുന്നു ജനിച്ചത്. അതുവരെ അബ്രഹാമിനും സാറായിക്കും മക്കളില്ലാതെ വിഷമിച്ചു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഇസഹാക്കിൻ്റെ ജനനത്തിൽ അവർ വളരെ സന്തോഷിച്ചു. കുഞ്ഞു വളർന്ന് ബാലനായി. ആ സന്ദർഭത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഒരു പരിശോധനയുടെ ഘട്ടം കൊടുക്കുകയാണ്. അബ്രഹാം ഭക്തനായിരുന്നു, ആഴമായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവം വിളിച്ചപ്പോൾ
കൽദയരുടെ ഊര്, ഇപ്പോഴത്തെ മെസൊപ്പൊട്ടേമിയ, ആ സ്ഥലത്തു നിന്നെല്ലാം വിട്ട് തമ്പുരാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടയാളാണ്. ആ കാരണത്താൽ ഉള്ള അനുഗ്രഹത്തിൻ്റെ ഫലമാണ് ഇസഹാക്ക്. പക്ഷേ ഈ പരിശോധന വളരെ ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടായി. പക്ഷേ അബ്രഹാം പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയായിരുന്നു, വിധേയപ്പെടുകയായിരുന്നു, അനുസരിക്കുകയായിരുന്നു. എന്താണ് ദൈവം അബ്രഹാമിന് കൊടുത്ത പരിശോധന? ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ നിൻ്റെ മകനെ എനിക്ക് ഹോമയാഗമായി അർപ്പിക്കണം. അവനത് പൂർണ്ണമായും അനുസരിച്ചു. അബ്രഹാം ദൈവം കാണിച്ചു കൊടുത്ത മോറിയ മലയിലേക്ക് ബാലനെ ബലി കഴിക്കുവാനായി പോവുകയാണ്. കഴുതയ്ക്ക് കോപ്പിട്ട് യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ബലിക്ക് വേണ്ടുന്ന വിറക് ശരിപ്പെടുത്തി ബാലനായ ഇസഹാക്കിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. കത്തിയും തീയും അബ്രഹാം തന്നെ കയ്യിൽ കരുതി. അവർ മോറിയാമല കയറുകയാണ്. ആ സന്ദർഭത്തിൽ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, വിറകുമുണ്ട്, തീയുമുണ്ട്, ബലി കഴിപ്പാനുള്ള മൃഗം എവിടെയാണ്? ബലിമൃഗം എവിടെയാണ്? കുഞ്ഞാടെവിടെയാണ്? അപ്പോഴാണ് അബ്രഹാം നൽകുന്ന ഉത്തരം, മകന് നൽകുന്ന ഉത്തരം, ദൈവം കരുതിക്കൊള്ളും കുഞ്ഞേ. We have the wood and the fire, but where is the lamb for the burnt offering? My son, God himself will provide the lamb for an offering. ഇതൊരു വലിയ സത്യമായി മാറുന്നത് നമുക്ക് കാണാം. അവർ ചെന്ന് മോറിയായുടെ മലമുകളിൽ ബലി കഴിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വിറകെല്ലാം ക്രമീകരിച്ച് ബാലനായ ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന്മേൽ കിടത്തി അബ്രഹാം കത്തിയെടുത്ത് അവനെ ബലിയർപ്പിക്കുവാൻ ഓങ്ങുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ, അബ്രഹാമേ, എന്തോ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അവൻ വാള് താഴെയിട്ടു. ദൈവസന്നിധിയിലേക്ക് നോക്കി അവൻ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവിടെ അല്പം ദൂരെ കാട്ടിൽ കുഴങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാട്. അത് ദൈവത്തിൻ്റെ കരുതലാണ്. ആ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ച് ആ ദൈവത്തിൻ്റെ ആജ്ഞ പൂർത്തീകരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ദൈവം തമ്പുരാൻ വീണ്ടും അബ്രഹാമിന് നൽകുന്ന അനുഗ്രഹം പുതുക്കുകയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, കാരണം നീ അനുസരിച്ചവനാണ്. എൻ്റെ വാക്ക് നീ അനുസരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ സന്തതി വലിയൊരു ജാതിയായി മാറും. അവൻ മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നിങ്ങനെ അബ്രഹാമിന് നൽകുകയാണ്, അനുഗ്രഹം നൽകുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ മകനെ, കുഞ്ഞെ ദൈവം കരുതിക്കൊള്ളും. എബ്രായ ഭാഷയിൽ യഹോവ ഈരെ എന്നാണ്. യഹോവ ഈരെ. ആ മലയ്ക്ക് അബ്രഹാം ഒരു പുതിയ പേരിട്ടു. യഹോവ ഈരെ എന്ന ആ സ്ഥലത്തിന് പേരായി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ അത്ഭുതകരമായൊരു രൂപാന്തരമുണ്ട്. മോറിയാമല യഹോവ ഈരെ എന്ന പേര് ലഭിക്കത്തക്ക വിധം പൂർണ്ണമായും മാറിയത് അബ്രഹാമിലൂടെയാണ്, അബ്രഹാമിൻ്റെ സമർപ്പണത്തിലൂടെയാണ്. ദൈവത്തെ വിശ്വസിച്ചു അബ്രഹാം.
ദൈവത്തെ അനുസരിച്ചു അബ്രഹാം. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഭക്തൻ ദൈവത്തിൻ്റെ അനുചരനായിരിക്കും, ദൈവത്തോടുകൂടെ നടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ വിശ്വസിക്കുന്ന അനുസരിക്കുന്ന ഏത് പൈതലും ദൈവത്തോടുകൂടെ നടക്കും. ദൈവേഷ്ടപ്രകാരം അവൻ്റെ കരം പിടിച്ച്, ദൈവം ആ കുഞ്ഞിൻ്റെ കരം പിടിച്ച് അത്ഭുതകരമായി വഴി നടത്തും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ, യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും കുഞ്ഞെ എന്നുള്ള വലിയ പാഠം അബ്രഹാം പിതാവിലൂടെ നാം ഇന്ന് പഠിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, അബ്രഹാം നൽകുന്ന പാഠം നമ്മളുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നീ ഇതവിടെ കാണിച്ചില്ലടാ ഇതുവരെ? ഇല്ല, ഇത് തൊട്ടാ അറിയുന്നില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അതില്. തൊട്ടാലറിയാത്ത പാടുകളുണ്ടോ, വെളുത്ത ചോന്ന കലകളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. തൊട്ടാലറിയാത്ത പാടുകളുണ്ടോ, വെളുത്ത ചുവന്ന കലകളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. വേദനയില്ലാത്ത വ്രണങ്ങളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. കൈകാലുകളിൽ പെരുപ്പുണ്ടോ, കൈകാലുകളിൽ തരിപ്പുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. കുഷ്ഠം കഷ്ടമാകും മുമ്പ് പരിശോധിക്കുക നമ്മളങ്ങനെ, പരിശോധിക്കുക നമ്മളങ്ങനെ, പരിശോധിക്കുക നമ്മളങ്ങനെ. തൊട്ടാലറിയാത്ത പാടുകളുണ്ടോ, വെളുത്ത ചോന്ന കലകളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. തൊട്ടാലറിയാത്ത പാടുകളുണ്ടോ, വെളുത്ത ചുവന്ന കലകളുണ്ടോ, കുഷ്ഠമാകാൻ സാധ്യതയുണ്ടത്, കുഷ്ഠമാകാൻ സാധ്യതയാ. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു വർഷക്കാലം പഠിച്ച കാര്യങ്ങൾ അത്രയും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നൊരു കാര്യം. എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പാഠഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് ധൈര്യമായിട്ട് പരീക്ഷയെ ഫേസ് ചെയ്യാൻ സാധിക്കുക? ഇന്ന് ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ വൈറസുകളും. ഇതൊക്കെ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, എന്നാൽ നമുക്ക് അതിനെ ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കത്ര അറിവില്ല. അങ്ങനെ ചിലതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ അത്തരത്തിൽ ഒരു രോഗമുണ്ടായാൽ നമുക്ക് നേരത്തെ തിരിച്ചറിയാം, വേണ്ടി വന്നാൽ ചില മുൻകരുതലുകൾ എടുക്കാനും കഴിയും. അത്തരത്തിൽ ചില വൈറസുകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഇന്നു മുതൽ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങുകയാണ്. ഇന്ന് ഡോക്ടർ ജിജി പി ജോൺ നമുക്ക് പരിചയപ്പെടുത്തുന്നു ചാണ്ടിപ്പുര വൈറസ്. നമസ്കാരം. ഗുജറാത്ത് ഇൻ ഗ്രിപ്പ് ഓഫ് ചാന്ദിപുര. ടോൾ റൈസസ് അപ് ടു 15. 29 ഗോട്ട് ഇൻഫെക്റ്റഡ്. ഏകദേശം ഒരു വർഷം മുമ്പ് ഗുജറാത്തിലെ പത്രമാധ്യമത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണിത്. രോഗബാധിതരായ ഏകദേശം 33% രോഗികൾ ഇത് കാരണം മരണപ്പെടുകയുണ്ടായി. ഈ വൈറസിൻ്റെ പേരാണ് ചാണ്ടിപ്പുര വൈറസ്. ഈ വൈറസ് ആർബോ വൈറസ് എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു വിഭാഗം വൈറസാണ്. ഇതിൻ്റെ ഉത്ഭവം 1965 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള ചാണ്ടിപ്പുര എന്ന ഗ്രാമത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അവിടെ പനി ബാധിച്ച രോഗികളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനയിൽ കൂടിയാണ് ശാസ്ത്രജ്ഞർ ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തുന്നത്. പട്ടും റോഡ്രിഗസും എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞരാണ് ഈ വൈറസിനെ കുറിച്ച് ആദ്യമായി കണ്ടെത്തുന്നത്. ഈ വൈറസിൻ്റെ പേര് അതിനുശേഷം ആ പ്രദേശത്തിൻ്റെ പേരോടുകൂടി അറിയപ്പെട്ടു. അതാണ് ചാണ്ടിപ്പുര വൈറസ് എന്ന് പിന്നീട് അറിയപ്പെട്ടത്.
ഈ വൈറസിൻ്റെ ആദ്യകാല ഗവേഷണങ്ങളിൽ ഈ വൈറസ് ഇത്രത്തോളം തീവ്രതയുള്ള ഒരു വൈറസ് ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് കുഞ്ഞുങ്ങളിലുണ്ടായ അക്യൂട്ട് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്ന രോഗങ്ങളിൽ കൂടി ഈ വൈറസിൻ്റെ തീവ്രത കൂടുതലായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളിൽ ഇത് ധാരാളമായി കണ്ടെത്തുന്നതിനായി ഇടയായി. പ്രകൃതിയിലെ ഈ വൈറസിൻ്റെ ഉത്ഭവം പ്രധാനമായും സാൻഡ്ഫ്ലൈ അല്ലെങ്കിൽ മണലീച്ച എന്ന കീടങ്ങളിലാണ് കാണുന്നത്. അതിനെ പ്രധാനമായും ഈ വൈറസിൻ്റെ വാഹകരായി അല്ലെങ്കിൽ വെക്ടേഴ്സായി കരുതുന്നു. ഈ മണലീച്ച കൂടുതലായും കാണുന്നത് മരുഭൂമിയിലും മൺസൂൺ കൂടുന്ന പ്രദേശങ്ങളിലുമാണ് ധാരാളമായി കണ്ടുവരുന്നത്. മണലീച്ചയെ 1 മിനിറ്റ് കടിക്കുന്ന ഈച്ച എന്നും പറയുന്നു. കൊതുക്, ടിക്ക് എന്നീ കീടങ്ങളിൽ കൂടിയും ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ പകരുന്നതിന് മുൻപ് ഇത് മൃഗങ്ങളിൽ അനിമൽ റിസർവോയേഴ്സ് എന്ന ഇതിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാണ്ടിപ്പൂര വൈറസ് പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങൾ, അതുപോലെ ശുചിത്വം കുറവുള്ള ഇടങ്ങൾ, സാൻഡ്ഫ്ലൈ കൂടുതലായി കാണുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് ചാണ്ടിപ്പൂര വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായി കാണപ്പെടുന്നത്. എന്താണ് ചാണ്ടിപ്പൂര വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ? ചാണ്ടിപ്പൂര വൈറസ് പ്രധാനമായും 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് കണ്ടുവരുന്നത്. പെട്ടെന്നുള്ള പനി, ഛർദി, തലവേദന, ക്ഷീണം, മസ്തിഷ്ക ജ്വരം എന്നിവയിലേക്കും ഈ രോഗലക്ഷണങ്ങൾ സാധാരണയായി കടക്കാറുണ്ട്. എന്താണ് ഈ വൈറസ് രോഗബാധയുണ്ടായാൽ ഉള്ള ചികിത്സ? ഈ വൈറസ് രോഗബാധ ഉണ്ടായാൽ സാധാരണയായി മരുന്നോ അല്ലെങ്കിൽ വാക്സിനോ അവൈലബിൾ അല്ല. ഇതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് സാധാരണയായി നൽകി വരുന്നത്. ചിലപ്പോൾ രോഗം കൂടുതലായി മൂർച്ഛിച്ചാൽ രോഗിയെ ICUയിൽ കിടത്തേണ്ട അവസ്ഥകൾ വരെ ഉണ്ടാകാറുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ് സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കാം. കൂടുതലായും ഇത് സാൻഡ്ഫ്ലൈ വഴിയാണ് പകരുന്നത് എന്ന് നമ്മൾ സംസാരിച്ചല്ലോ. സാൻഡ്ഫ്ലൈയും കൊതുകുകളും പകരുന്ന സ്ഥലങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗം. അതുപോലെ കീടനാശിനികൾ ഉപയോഗിച്ച് ഈ കീടങ്ങളെ നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികളെ സാൻഡ്ഫ്ലൈയുടെ കടി ഏൽക്കാതിരിക്കാൻ പൂർണ്ണമായും വസ്ത്രം ധരിച്ച് സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാമാണ് പ്രധാനമായും ചെയ്തു വരുന്ന പ്രതിരോധ മാർഗങ്ങൾ. ഈ വൈറസിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും ശാസ്ത്രജ്ഞരുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം, അതിന്റെ ഉത്തരം. പരുമല തിരുമേനിയുടെ ഊർസ്ലേം യാത്രാ വിവരണം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1895. എല്ലാ കൂട്ടുകാരുടെയും ഉത്തരം ശരിയാണ് അല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാനായി കൊണ്ടുപോയത് ഏതു മലയിലേക്കാണ്? പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ നിങ്ങളുടെ ടീം ലീഡേഴ്സിനെ ചോദ്യത്തിന്റെ ഉത്തരം അറിയിക്കുക. ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞാൻ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.